വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. ഓ നബിയെ, തങ്ങൾക്ക് മുമ്പ് പല ആണുങ്ങളെയും നമ്മൾ അയച്ചിട്ടുണ്ട്. ആണുങ്ങളെ മാത്രമേ റസൂലാക്കി അയച്ചിട്ടുള്ളൂ. നൂഹി ഇലൈഹിം, അവരിലേക്ക് നമ്മൾ വഹി അറിയിക്കുന്നു. മിൻ അഹ്ലിൽ ഖുറാ, അതാത് പ്രദേശത്തുള്ള പലരെയും ഓരോ നാട്ടിലേക്ക് മുർസലീകളായി അയച്ചിട്ടുണ്ട്. അഫലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അവരൊന്ന് യാത്ര ചെയ്ത് നോക്കട്ടെ, മുമ്പ് ഏതെല്ലാം കക്ഷികളെ നമ്മൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. അതേ സാലിഹ് നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തിട്ട് ചോദ്യം ചെയ്ത് ഒട്ടകത്തെ അറുത്ത കക്ഷികൾ അവരെ നാട് നശിപ്പിച്ചില്ലേ? അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കക്ഷികൾ പച്ചയായ ഹറാബ് ചെയ്തപ്പോൾ, അനധികൃതമായി ലൈംഗികമായ ബന്ധം സ്ഥാപിച്ചപ്പോൾ അവരെ നാട് പിടിച്ചു മറിച്ചിട്ടില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നാട്ടിലൂടെ നടന്നാൽ, ലോകത്ത് സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയെന്നവർ നോക്കുന്നില്ലേ? വലദാറുൽ ആഖിറതി ഖൈറുൽ ലല്ലദീന തഖൗ. ഓ മുത്തഖീകളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കുന്നവരെ, നിങ്ങൾ വ്യാകുലപ്പെടണ്ട. വലദാറുൽ ആഖിറതി ഖൈർ, പാരത്രി ലോകം ഖൈറാണ് കേട്ടോ. പക്ഷെ എല്ലാ തമ്മാടികൾക്കുമല്ല, എല്ലാ അവിശ്വാസികൾക്കുമല്ല, എല്ലാ പുത്തനാശയക്കാരനുമല്ല. ലില്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ. അത് ഒരു വ്യഭിചാരത്തിനില്ല, പലിശക്കില്ല, അന്യന്റെ ഹക്ക് പിടിച്ചെടുക്കാനില്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാനില്ല. അവര് റബ്ബിന്റെ ദീനിന്റെ നിയമം കാറ്റിൽ പറത്തി ഫാഷനും പരിഷ്കാരവും ലിബറലിസവും കൊണ്ടാടാനില്ല. അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവർ, അവർക്ക് ആഖിറമാകുന്ന വീട് ഖൈറാണ്. അഫലാ തഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ? ആ പാരത്രിക ലോകം ഇവിടുത്തെ ചെറിയ കാലത്തെ ജീവിതത്തിന് വേണ്ടി നശിപ്പിക്കണോ? മുർസലീങ്ങളെ പരിഹസിച്ചവരുണ്ട്, ചോദ്യം ചെയ്തവരുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോ അതൊക്കെ കളിയാക്കുന്നവരുണ്ടാകാം. അല്ലാഹു പറയുന്നു, മുർസലീകൾ എതിരാളികളുടെ എതിർപ്പും എതിരാളികളുടെ ഹുങ്കും, അതിൻ്റെ പേരിൽ മുർസലീങ്ങൾ പലരും അതാ പടച്ചവന്റെ സഹായം എപ്പോഴാണെന്നതിൽ അവർക്ക് തന്നെ ആശങ്ക തോന്നിപ്പോയി. അവർക്ക് അവരെ കളവാക്കപ്പെട്ടു എന്നവരെ ധാരണയിലെത്തുന്ന നിലക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, മുർസലീങ്ങൾക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടായി. വളരെ അവരെ മനസ്സ് വേദനിച്ചു. പക്ഷേ ജാഅഹും നസ്റുനാ, അവർക്കതാ നമ്മളെ സഹായം അവസാനം എത്തുന്നു. നമ്മൾ ഉദ്ദേശിച്ചവരെ അതാ രക്ഷപ്പെടുത്തുന്നു. വലാ യുറദ്ദു ബസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകൾക്ക് ശിക്ഷ വരുമ്പോൾ അത് തടുക്കപ്പെടൂല, അതനുഭവിക്കേണ്ടി വരും. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ആ മുർസലീങ്ങളെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവർക്ക് വലിയ പാഠമുണ്ട് നബിയേ. മാ കാന ഹദീസൻ യുഫ്തറാ, ഇത് കെട്ടുകഥ പറയുന്ന സംഭവമല്ല, എന്തെങ്കിലും വർത്തമാനമല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇ വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ ആയത്ത്
ആയത്താണ്. റബ്ബ് പറയുന്നു ഇത് കെട്ടുകഥകളല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, ഇത് മുന്നിൽ സത്യമാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ശരിയായ സത്യമായ വാർത്തകളാണ്. വതഫ്സീല കുല്ലി ശൈ, സർവ വിഷയത്തിന്റെയും വിശദീകരണമാണ്. വഹുദൻ, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. വറഹ്മത്തൽ ലിഖൗമി യുമിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഖുർആൻ ഉത്ബോധനമാണ്, റഹ്മത്താണ്, അനുഗ്രഹമാണ്. സുഹൃത്തുക്കളെ, ഖുർആൻ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുകയാണ്. പാരത്രിക ലോകത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ദുന്യവിയായ പളവളപ്പിന് പോകണ്ട. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണം നൽകിയ സ്ഥലത്ത് മഹാനവറുകൾ പറഞ്ഞു, ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ എഴുതി. അങ്ങനെ ഹിജ്റ 601 ശഅബാൻ മാസം 7 ബുധനാഴ്ച ഈ തഫ്സീർ കഴിഞ്ഞു. ഈ ആയത്തിൽ ഈ സൂറത്തിന്റെ തഫ്സീർ ഞാൻ ഓതി, ഞാൻ എഴുതി കഴിഞ്ഞു. നമ്മളും ശഅബാൻ മാസത്തിലാണ്. മഹാനവറുകൾ പറയാണ്, ഈ ഒരു സമയം എൻ്റെ മനസ്സ് വളരെ വിഷമിക്കുന്നൊരു സമയമാണ്. വഖദ് കുന്തു ലീഖ സദ്രി ജിദ്ദൻ, വല്ലാതെ മനസ്സ് ഇടുങ്ങിയ സമയമാണ്. എന്താണ്? ബിസബബി വഫാത്തിൽ വലദി സാലിഹ് മുഹമ്മദ്, എൻ്റെ സാലിഹായ മോന് മുഹമ്മദ്, ആ മുഹമ്മദിന്റെ മരണം കാരണത്താൽ എൻ്റെ മനസ്സ് വേദനിച്ചൊരു സമയമാണിത്. എൻ്റെ മകൻ മുഹമ്മദിന് അല്ലാഹു തആല റഹ്മത്തും മഗ്ഫിറത്തും കൊണ്ട് പൊതിയട്ടെ. അല്ലാഹു തആല വലിയ ഗുണങ്ങളും ഔദാര്യവും എൻ്റെ മകന് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി അവിടെ ഇരുന്നോളൂ. അവിടെ ഒരു പദ്യം മർസിയത്തിലാണ്. ഫലൗകാനത്തിൽ അഖ്ദാറു മുൻഖാദതല്ലന ഫദൈനാക മൻ ഹമ്മാക ബിർറൂഹി വൽ ജിസ്മി. ഓ മോനെ, ഖദറുകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പോകുമെങ്കിൽ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്ക് ആത്മാവും ശരീരവും കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് കൊടുത്ത് രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ മരണത്തിൽ നിന്നൊരു മോനെയും രക്ഷപ്പെടുത്താൻ കഴിയൂലല്ലോ. അതേ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ കൈക്കൂലി വാങ്ങൂലല്ലോ. മലക്കുകൾക്ക് വല്ലതും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയൂലല്ലോ. അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ അതേത് കടലിലും കരയിലും അതങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് മകനോട് അതാ മർസിയത്ത് ചൊല്ലുന്ന ഒരു പദ്യം ചൊല്ലിയിട്ട് മഹാനവറുകൾ അവസാനം പറഞ്ഞു, ഹയാത്തി വ മൗതി വാഹിദും ബഅദ മുദികും ബലിൽ മൗതു ഔലാ മിൻ മുദാവമത്തിൽ ഗമ്മി. നിന്റെ വേർപാടിന് ശേഷം എനിക്ക് ജീവിതവും മരണവും ഒരുപോലെയാണ് മോനെ. പക്ഷേ മരണം ചിലപ്പോൾ നല്ലതാണോ എന്ന് തോന്നിപ്പോകും. റളിതു ബിമാ അംളല്ലാഹു ബിഹുക്മിഹി ലിൽമി ബിഅന്നി ലാ യുജാവിസുനി ഹുക്മി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം ഞാൻ പൊരുത്തപ്പെട്ടു. എനിക്കുറപ്പുണ്ട് അള്ളാഹിൻ്റെ തീരുമാനം മറികടക്കാൻ കഴിയില്ല. ഈ പദ്യം ചൊല്ലിയിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മൾ ഈ വഅദ് തുടങ്ങിയപ്പോൾ ഇതുവരെയും മുന്നിൽ വെച്ച് റാസിയുടെ തഫ്സീർ നോക്കിയാണ് ഞാൻ അധിക കാര്യങ്ങളും സംസാരിച്ചത്. ഇമാം റാസി അവിടെ ഒരു വസിയ്യത്ത് പറയുന്നുണ്ട്, അത് നമ്മൾ പാലിക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. കിതാബി, എൻ്റെ കിതാബ് നോക്കുന്ന ആളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു.
واستفاد ما فيه من الفوائد النفيسة العالية. ഈ കിതാബിൽ ഞാൻ പറഞ്ഞ ഒരുപാട് അറിവുകൾ, അതുകൊണ്ട് ഉപകാരം കിട്ടുന്നവർ അൻ യഖുസ്സ വലദീ വയഖുസ്സനീ ബിഖിറാഅത്തിൽ ഫാത്തിഹ, എൻ്റെ മകൻ്റെ പേരിലും എനിക്ക് വേണ്ടിയും ഒരു ഫാത്തിഹ ഓതണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു വസിയ്യത്ത് പറയാണ്, വയദ്ഉ ലിമൻ ഖദ് മാത ഫീ ഗർബത്തിൻ ബഈദൻ അനിൽ ഇഖ്വാനി വൽ അബി വൽ ഉമ്മി ബിർറഹ്മ. ചിലപ്പോൾ അന്യനാടുകളിൽ നിന്ന് മരിച്ചുപോയവർ, അതുപോലെ ബാപ്പയുമ്മയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, അങ്ങനത്തെ ആളുകൾക്കടക്കം മരിച്ചുപോയവർക്ക് വേണ്ടി റഹ്മത്തിനും മഗ്ഫിറത്തിനും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇമാം റാസി പറയാണ്, ഫൈനീ കുന്തു ഐലൻ കസീറ ദുആ ലിമൻ ഫഅല ദാലിക ഫീ ഹഖ്ഖി. ഞാൻ ഈ പറഞ്ഞ വസിയത്ത് പാലിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഞാനും ധാരാളം ദുആ ചെയ്യും. ആ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ കിട്ടിയവരിൽ നമ്മെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ ഓതണം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മോനെ ഒരു കൈ പിടിക്കുന്ന മൈക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.